നാമല്ലോ തീരത്തെ ഓളങ്ങൾ തീരാത്ത ദാഹത്തിൻ താളങ്ങൾ പാരിതിൽ നാം പോയിടാം വെണ്ണതി പോലൊഴുകിടാം. എങ്ങനെയാ ചേച്ചി ഇങ്ങനെ പല പല ശബ്ദങ്ങളിൽ പാടുന്നേ? ശബ്ദമല്ല, അത് റേഞ്ചിന്റെയാ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് മുമ്പ്. അതായത് ഇപ്പൊ തന്നെ നാമല്ലോ തീരത്തെ, അത് ഭയങ്കര ലോ ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ നോട്ട്സ് ഭയങ്കര താഴെയാ കിടക്കണേ. അപ്പൊ അവിടെ അങ്ങനെ സൗണ്ട് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് പാരിതിൽ നാം വേറെ റേഞ്ചിലേക്ക് മാറിയല്ലോ, ഒക്ടേവ് മാറി. അപ്പൊ അത് അവിടെ അവിടെ അങ്ങനെ സൗണ്ട് ചെയ്യണേ. പിന്നെ ചില പാട്ടുകൾക്ക് ഇപ്പൊ ഫോക്ക് ആയിട്ടുള്ള പാട്ടാണ്, കുറച്ചും കൂടി അത് ഓപ്പൺ ആയിട്ട് പാടണം, റോ ആയിട്ട് പാടണം എന്നൊക്കെ പറയുമ്പോ ചെറിയ മോഡുലേഷൻസ് മാറ്റും എന്നല്ലാണ്ട് ശബ്ദം ഒന്നും അങ്ങനെ ട്വീക്ക് ചെയ്യാനൊന്നും നമുക്ക് നാച്ചുറലി പറ്റില്ല. ഇല്ലല്ലേ? ഒരു വർക്കും ഇല്ലാത്ത ഒരു സിത്താര കൃഷ്ണകുമാർ ഡേ എങ്ങനെയായിരിക്കും? രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും എന്ന് തുടങ്ങി? ഞാനിത് കുറെ ഉറങ്ങണം എന്നൊക്കെ വിചാരിക്കും, പക്ഷെ പുലർച്ചെ ആകുമ്പോ ഞാൻ എണീക്കും. അതെ, എണീച്ച് ഇങ്ങനെ ഇങ്ങനെ നടക്കും. ഇങ്ങനെ എനിക്കത് അന്ന് എന്താ നീ ചെയ്യാനില്ലാത്ത ദിവസം ഭയങ്കര കൺഫ്യൂഷനാ. എനിക്കാണെങ്കിൽ അലർജി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എണീച്ച് പാടെ നമ്മൾ ചാടിപ്പോ എണീക്കാന്ന് വിചാരിക്കും. അപ്പൊ എനിക്ക് തുമ്മാൻ തുടങ്ങും. എന്നാ പോയി ആ ദിവസം. അപ്പൊ അതുകൊണ്ട് ഞാൻ എണീച്ച് കഴിഞ്ഞാലും ഒരു 10 to 15 minutes ഒന്ന് കിടന്ന് സെറ്റിലായി ശ്വാസമൊക്കെ ഒന്ന് എടുത്തിട്ടാണ് ഒന്ന് എണീക്കുക. എന്നിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ ചൂടുവെള്ളമൊക്കെ കുടിക്കണോ, നടക്കണോ. പിന്നെ വെറുതെ ഇരിക്കുന്ന ദിവസമാണെങ്കിൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ അടുക്കി പെറുക്കാണ്ടാവും. നമ്മൾ ഈ യാത്ര കഴിഞ്ഞ് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞാൻ എല്ലാം ഒരേ സ്ഥലത്ത് തന്നെ എപ്പോഴും എത്രയോ കാലങ്ങളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് യാത്രയൊക്കെ പോകുമ്പോൾ എളുപ്പം. അപ്പൊ അത് പിന്നെ വൃത്തിയാക്കാനുണ്ടായിരിക്കും. മൊത്തത്തിലൊരു OCD ഉള്ള ആളാണോ? OCD പറയുമ്പോ കുറച്ച് എക്സ്ട്രീം ആയില്ലോ, അങ്ങനെ പറയാൻ പറ്റില്ല. കുറച്ച് ഇതുള്ള ആളാ. ഈ അതത് സ്ഥലത്ത് വേണം എന്നൊക്കെ നിർബന്ധമുള്ള കൂട്ടത്തില്.